ഹംപി, കല്ലുകളിൽ തെളിഞ്ഞ സാമ്രാജ്യകഥ. കാലത്തിൻ്റെ കുത്തൊഴുക്കിലും പതറാതെ നിൽക്കുന്ന ശിലാകാവ്യങ്ങളുടെ നഗരം. കർണാടകയിലെ തുംഗഭദ്രാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന നഗരം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച പ്രദേശം. കാലത്തിൻ്റെ കയ്യൊപ്പുകൾ പതിഞ്ഞ ഈ വഴിത്താരകൾ നമ്മെ എത്തിക്കുന്നത് വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലയെടുപ്പും ആത്മീയ പ്രഭയും ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഹംപിയുടെ ഹൃദയത്തുടിപ്പ്. 1000ഓളം വർഷം പാരമ്പര്യം പേറുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ ഗോപുരങ്ങളിലും തൂണുകളിലും കൊത്തിവെച്ച ശില്പകലകൾ കണ്ടാൽ ഏതൊരു സഞ്ചാരിയും അത്ഭുതപ്പെട്ടു പോകും. കല്ലുകളിൽ ശില്പികൾ തുടിപ്പിച്ച ജീവൻ. ഓരോ കൽത്തൂണിലും കൊത്തിവെച്ചിട്ടുള്ള ദേവരൂപങ്ങളും പുരാണ കഥകളും ഒരു കാലത്തിവിടെ മുഴങ്ങിക്കേട്ട മന്ത്രധ്വനികൾ നമ്മോട് നിശബ്ദമായി മന്ത്രിക്കുന്നു. ഭക്തിയും കലയും രാജപ്രൗഢിയും ഒന്നായി അലിഞ്ഞു ചേർന്ന ഈ മുറ്റത്തെ വായുവിൽ പോലും ഏതോ ഒരു ദിവ്യമന്ത്രത്തിൻ്റെ പ്രകമ്പനം നിറഞ്ഞു നിൽക്കുന്നു. മേഘങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന കൂറ്റൻ രാജഗോപുരം ദ്രാവിഡ ശില്പകലയുടെ നിഷ്കളങ്കമായ ചാരുത വിളിച്ചോതുന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും മായാതെ നിൽക്കുന്ന വിസ്മയം. വിശാലമായ ഈ അങ്കണത്തിലേക്ക് കടക്കുമ്പോൾ, തണുത്ത കൽത്തളങ്ങളിൽ തൊടുമ്പോൾ നാം അറിയാതെ ഒരു ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. തൊട്ടടുത്തു തന്നെയുണ്ട് തുംഗഭദ്ര. അനന്തമായ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ എത്രയോ തലമുറകളുടെ കഥകൾ നെഞ്ചേറ്റി ശാന്തമായൊഴുകുന്ന തുംഗഭദ്രാ നദി. പ്രകൃതിയുടെയും ശില്പകലയുടെയും അപൂർവമായ ഈ സമന്വയം ഹംപിയുടെ മാത്രം പ്രത്യേകതയാണ്. വറ്റാത്ത വിശ്വാസത്തിൻ്റെ പ്രതീകമായ കൂറ്റൻ ഗണപതി വിഗ്രഹങ്ങളും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന പുരാതനമായ മണ്ഡപങ്ങളും ഇവിടെ കാണാം. ഇവിടെ നിന്ന് നാം അണയുന്നത് പുരാതനമായ കൃഷ്ണക്ഷേത്രത്തിലേക്കാണ്. രാജാവ് കൃഷ്ണദേവരായർ തൻ്റെ വിജയസ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഈ മഹാക്ഷേത്രത്തിൻ്റെ അങ്കണവും ഗോപുരങ്ങളും കാലത്തിനു പോലും മായ്ക്കാൻ കഴിയാത്ത ശില്പഭംഗി സമ്മാനിക്കുന്നു. കല്ലുകളിൽ കൊത്തിവെച്ച പഴയകാല ശിലാശാസനങ്ങൾ നമ്മോട് നിശബ്ദമായി സംവദിക്കുന്നത് പോലെയൊരു അനുഭവം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പൂർവ്വകാല മഹിമയും പാരമ്പര്യത്തിൻ്റെ ഗാംഭീര്യവും ഓരോ കൽത്തൂണുകളിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. ഒരു കാലത്ത് പൊന്നും രത്നങ്ങളും തെരുവുകളിൽ വച്ച് കച്ചവടം നടത്തിയിരുന്ന സമ്പന്നമായൊരു രാജവീതിയുടെ അവശിഷ്ടങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ നടക്കുന്നത്.
ഹംപിയുടെ മുഖമുദ്രയായ ശില്പകലാവിസ്മയങ്ങളുടെ മകുടോദാഹരണമായ വിട്ടല ക്ഷേത്ര സമുച്ചയം. ശിലകളിൽ സംഗീതവും കവിതയും ഒന്നായി അലിഞ്ഞുചേർന്ന പുണ്യഭൂമി. ഇതാ ഹംപിയുടെ തിലകക്കുറിയായി നിലകൊള്ളുന്ന പ്രശസ്തമായ ആ കൽരഥം. ഒറ്റക്കല്ലിൽ തീർത്ത ഈ തേര് വിജയനഗര ശില്പികളുടെ അളവറ്റ വൈദഗ്ധ്യത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന തെളിവാണ്. കാലത്തിൻ്റെ രഥചക്രങ്ങൾ നിശ്ചലമായി നിൽക്കുന്നതുപോലെ ഒരപൂർവ ഭംഗി. തൊട്ടടുത്തു തന്നെയുണ്ട് സപ്തസ്വരം പൊഴിക്കുന്ന സംഗീത തൂണുകൾ. കൽത്തൂണുകളിൽ മെല്ലെ തട്ടുമ്പോൾ പോലും സ്വരരാഗങ്ങൾ ഉതിർന്നു വീണിരുന്ന, ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ വിസ്മയമണ്ഡപം. വിശാലമായ ഈ അങ്കണത്തിലൂടെ നടക്കുമ്പോൾ ഓരോ കൽമണ്ഡപങ്ങളും നമ്മെ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 1000 അലകൾ കടന്നുപോയാലും മായാത്ത പ്രൗഢിയോടെ വരും തലമുറകൾക്കായി ശില്പികൾ കല്ലിൽ കോറിയിട്ട ഈ വിസ്മയം ഹംപിയുടെ തിളങ്ങുന്ന ഹൃദയമായി ഇന്നും സ്പന്ദിക്കുന്നു. ഹംപിയുടെ ഓരോ കോണിലും പ്രകൃതിയും ചരിത്രവും ഒന്നിച്ചു ചേരുന്നു. ഓരോ കല്ലിലും കഥകളും, ഓരോ കാറ്റിലും ചരിത്രത്തിൻ്റെ മന്ത്രവും ഒളിപ്പിച്ചു വെച്ച ഹംപി. കാലം മായ്ക്കാത്ത ആ പ്രൗഢി ഇന്നും സഞ്ചാരികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് തുടരുന്നു.